നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക്, ചേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വാരിക്കോസീലിനെ പറ്റിയിട്ടുള്ള രണ്ട് സംശയങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന്, എനിക്ക് വൃഷത്തിൽ നല്ല വേദനയുണ്ട്, ഇത് വാരിക്കോസീൽ കാരണമാണോ? രണ്ടാമത്തത്, വാരിക്കോസീലിന് വേണ്ടിയിട്ട് എന്താ ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടത്? സ്കാൻ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കൂടി ടെസ്റ്റ് ചെയ്യണോ? ബ്ലഡ് വല്ലതും ചെക്ക് ചെയ്യണോ എന്നാണ് സംശയം. ഇപ്പൊ വേദന എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരുടെയും കയ്യിൽ രക്തക്കുഴലില്, കാലിലും രക്തക്കുഴലിൽ ഇങ്ങനെ തടിച്ചു കിടക്കുന്നുണ്ട്. കാലിലെ രക്തക്കുഴലിൽ തടിച്ചു കിടക്കുന്നതിനെയാണ് വാരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. വൃഷണത്തിൽ തടിച്ചു കിടക്കുന്നതിനെ വാരിക്കോസ് സീൽ. അപ്പൊ പൊതുവെ ഇങ്ങനെ പിടച്ചു കിടക്കുന്ന ആ വെയിൻസിനെ നമ്മൾ രണ്ട് സ്ഥലത്തും രണ്ട് പേരാണ് പഠിക്കുക. ഈ കാലിലെ രക്തക്കുഴലുകൾ ചിലപ്പം അതിൽ രക്തം കട്ട പിടിക്കാം, DVT എന്ന് പറയും, ഡീപ് വെനസ് ത്രോംബോസിസ്. ചില അസുഖങ്ങൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ കുറെ നേരം ഇരിക്കുന്ന നടക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുറെ ചില ഹാർട്ടിന്റെ പ്രശ്നം, അല്ലെങ്കിൽ രക്തത്തിലെ ചില പ്രശ്നങ്ങൾക്ക് അങ്ങനെ രക്തം തന്നെ കട്ട പിടിക്കാം. അങ്ങനെ കട്ട പിടിക്കുന്നതുകൊണ്ട് അവിടെ ചുറ്റുമുള്ള രക്തക്കുഴലില് കുറച്ച് നീര് വന്ന് അത് വേദന ഉണ്ടാക്കും. സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ ലോക്കൽ ടിഷ്യൂല് ഇൻഫെക്ഷന്റെ ഒരു ലക്ഷണങ്ങൾ വരും. ഇപ്പൊ ഈ രക്തക്കുഴലിൽ എന്റെ രക്തം കൊണ്ടുപോകുന്നതിന് എത്ര അമർത്തിയാലും എനിക്കിത് വേദന ഉണ്ടാവില്ല. പക്ഷെ ഇത് കുത്തിപ്പൊട്ടിച്ച് ഇതിന്റെ രക്തം പുറത്തു വന്നാൽ മാത്രമേ എനിക്ക് വേദന ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ ഈ വാരിക്കോസ് വെയിൻസ് പറയുന്ന ഈ പറയുന്ന നീല നിറത്തിലെ വെയിൻസിന്റെ പുറത്തേക്ക് രക്തം വരാതെ ഒരു കാരണവശാലും വേദന എടുക്കില്ല. അപ്പൊ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ പ്രോബ്ലം നിങ്ങൾ വൃഷത്തിന്റെ വേദന എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വൃഷം ഇവിടെ താഴെയാണ്, പക്ഷെ ഈ വെയിൻസ് ഇവിടെയാണ്, വൃഷത്തിന്റെ ഇവിടെയാണ് നിങ്ങൾക്ക് വേദന എടുക്കുക. അത് ഈ വെയിൻസ് ഇവിടെ മുകളിൽ വരുന്ന വെയിൻസിന് യാതൊരു കണക്ഷനും ഇല്ല. നിങ്ങൾക്ക് സ്വന്തം പരിശോധിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഈ വൃഷം ഒന്ന് കൈകൊണ്ട് നന്നായി പിടിച്ചു നോക്കൂ, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. പക്ഷെ ഏറ്റവും ശരീരത്തിലേക്ക് ചേർന്ന ഈ വൃഷത്തിന്റെ സഞ്ചിയുടെ ഏറ്റവും മോൾ ഭാഗത്ത് നിങ്ങൾ എത്ര അമർത്തി പിടിച്ചാലും ഇവിടെ ഒരിക്കലും വേദന എടുക്കില്ല. അപ്പൊ ഒരിക്കലും വാരിക്കോസ് വെയിൻസ് അല്ലെങ്കിൽ വാരിക്കോസ് സീൽ, വാരിക്കോസ് വെയിൻസ് അല്ല, വാരിക്കോസ് സീൽ ഒരിക്കലും പെയിൻഫുൾ അല്ല. നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിരുന്നു ഗ്രേഡ് 5 ചിലപ്പോൾ രക്തം കട്ട പിടിച്ചിട്ട് ഇതില് പെയിൻ വരാം. പക്ഷെ അത് വളരെ 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 അപൂർവമാണ്. അതൊരിക്കലും ഒരു കാരണമായിട്ട് നിങ്ങൾ എടുത്ത ഓപ്പറേഷൻസോ അങ്ങനത്തെ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റും പോകേണ്ട ആവശ്യമില്ല. ഈ ഓപ്പറേഷൻ ചെയ്ത് എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വാരിക്കോസീലിന്റെ പെയിന് വേണ്ടിയിട്ട്, വാരിക്കോസീലിന്റെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കൂടി അതേ പെയിൻ അവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ വെയിൻ ഇവിടെയല്ല, പെയിൻ ഇവിടെയാണ്. ഈ പെയിൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും, ഇവിടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഒരിക്കലും അതിനൊരു ഇൻഡിക്കേഷൻ അല്ല, ഓപ്പറേഷൻ ഇൻഡിക്കേഷൻ അല്ല. രണ്ടാമത്തത്, എന്ത് ടെസ്റ്റ് ആണ് ഞാൻ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നത്, ഇപ്പൊ ഇത് കാണിച്ചിട്ട് ഇത് എന്താണെന്ന് ഞാൻ സ്കാൻ ചെയ്യോ വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ കൈ കൊണ്ട് എനിക്ക് പിടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതേപോലെ ശരീരത്തിൽ നിന്ന് ദൈവം നമുക്ക് വൃഷം പുറത്തു തന്നിരിക്കുന്നത്, വൃഷങ്ങൾ നമുക്ക് കൈ കൊണ്ട് പിടിച്ചു നോക്കിക്കൂടെ? അണ്ടാശയം പോലെ ശരീരത്തിന്റെ ഉള്ളിലല്ല വൃഷങ്ങൾ. അപ്പൊ വൃഷങ്ങൾ പുറത്ത് കിടക്കുന്നതന്നെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഫീൽ ചെയ്താൽ അതിന്റെ സ്കാനിനെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ കിട്ടും. എത്ര ആരോഗ്യമുള്ള വൃക്ഷങ്ങളാണ്, ആ ബീജങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ആ വൃക്ഷത്തിനുണ്ടോന്ന് നമുക്ക് പിടിച്ചു നോക്കി അറിയാൻ പറ്റും. അത് കേടായി പോകുന്ന, അല്ലെങ്കിൽ അതിന് വല്ല വേറെ നമുക്ക് വലിയ അസുഖങ്ങളോ വല്ലതും ഉണ്ടോ, അതിന് മുകളിലുള്ള ഗ്രന്ഥികളിലെ തടിപ്പ്, അതിലെ വേദന, അത് ഇൻഫെക്ഷന്റെ ലക്ഷണമാണോ, ഇത് മുകളിലേക്കുള്ള ഈ ഓറഞ്ച് നിറത്തിലെ ഈ വഴി, ഇതുവഴി വല്ല ബ്ലോക്ക് ഉണ്ടോ, അതോ ട്യൂബ് തന്നെ ഇല്ല, ജന്മനാൽ ഇല്ലാത്ത ആളാണോ, ഇത് മുകളിലേക്ക് വരുമ്പോ ഈ പറയുന്ന ഭാഗത്ത് എവിടെയെങ്കിലും അതിന്റെ ഒരു വീർമതയോ, ഈ സഞ്ചിയിലെ തൊപ്പി പോലത്തെ ഈ സഞ്ചിയുടെ ഉള്ളിലത്തെ ഗ്രന്ഥിയിലോ വല്ല സിസ്റ്റോ ഇൻഫെക്ഷൻസോ, ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് പിടിച്ച് നോക്കാവുന്നതാണ്. പൊതുവെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ, നമ്മളുടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ ഡോക്ടർ സ്വന്തം നോക്കാതെ പൊതുവെ ചെയ്യുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവര് യൂറോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യും. യൂറോളജിസ്റ്റ് ഉടനെ സ്കാനിങ്ങിന് അയക്കും. സ്കാനിങ്ങില് അവർ സ്കാൻ ചെയ്തത് കണ്ടുപിടിക്കും ഓരോ വാരിക്കോസീൽ. എന്നിട്ട് ആ എല്ലാവർക്കും ഉള്ള വാരിക്കോസീൽ തന്നെ അത് ഓപ്പറേഷന് പറയും. ഈ ഓപ്പറേഷൻ കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഓപ്പറേഷനിൽ യാതൊരു വൃഷത്തിന്റെ മുകളിലത്തെ ഒരു പ്രോബ്ലം അതിൽ മാറില്ല. ഈ പറയുന്ന വാരിക്കോസീൽ ഒരിക്കലും നമുക്ക് സ്കാനിങ്ങിലോ വേറെ ബ്ലഡ് ടെസ്റ്റിലോ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഇത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ ജനിക്കുമ്പോൾ തൊട്ട് അത് അവിടെ ഉണ്ട്, മരണം വരെ അത് അവിടെ ഉണ്ടാവും. അതിന്റെ സൈസ് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു മാത്രം. പക്ഷെ അതിനുവേണ്ടി ഒരിക്കലും നമ്മൾ ഒരു ഓപ്പറേഷനോ വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. ബീജങ്ങളെ നശിപ്പിക്കുന്നോ, നിങ്ങളുടെ സെക്സിന്റെ പ്രോബ്ലത്തിനോ, നിങ്ങളുടെ ബീജങ്ങളുടെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിനോ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും, അല്ലാതെ അത് ഈ വാരിക്കോസീൽ ഒരിക്കലും അല്ല. എനിക്കറിയാം ഇനിയും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവും. നമ്മുടെ കമന്റിൽ അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഒരു പ്രാവശ്യം കണ്ടാൽ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ നേരിട്ട് കാണിച്ചു തരാൻ പറ്റും.
ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.